സിപ്പാണോ അതോ ലംസമാണോ മികച്ച നിക്ഷേപ രീതി? ഇതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ വിശകലനമാണിത്. നിങ്ങളുടെ കയ്യിലൊരു വലിയ തുകയുണ്ടെന്ന് വെക്കുക. അത് ഒറ്റയടിക്ക് നിക്ഷേപിക്കുന്നതാണോ നല്ലത്, അതോ മാസാമാസം കുറേശ്ശെയായി നിക്ഷേപിക്കുന്നതാണോ? ശരി, 2008-ലെ ആ വലിയ സാമ്പത്തിക തകർച്ചയില്ലേ, അതിനെ ഒരു ഉദാഹരണമായി വെച്ച് നമുക്ക് ഈ ചോദ്യത്തിനൊരു ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം. ഒന്നാമത്തെ കാര്യം, 2008-ലെ ആ സാഹചര്യം. ഒരാൾ മാർക്കറ്റ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന സമയത്ത് 10 ലക്ഷം രൂപ ലംസമായിട്ടങ്ങ് നിക്ഷേപിച്ചു. ഒറ്റ വർഷം കൊണ്ട് ആ പണം 4.5 ലക്ഷമായിട്ട് കുറഞ്ഞു. പക്ഷേ ക്ഷമയോടെ കാത്തിരുന്നപ്പോൾ 2021-ൽ അത് 29 ലക്ഷമായി വളർന്നു. ഇനി ഇതേ പണം SIP ആയിട്ടാണ് നിക്ഷേപിച്ചിരുന്നതെങ്കിലോ? അപ്പോഴാണ് കളി മാറുന്നത്. 2021-ൽ അത് 38 ലക്ഷം രൂപയായി മാറുമായിരുന്നു. രണ്ടാമതായി, എന്തുകൊണ്ടാണ് SIPക്ക് ഇത്ര വലിയ നേട്ടം കിട്ടിയത്? അതിന്റെ കാരണം റുപ്പി കോസ്റ്റ് ആവറേജിംഗ് ആണ്. സംഭവം സിമ്പിളാണ്. മാർക്കറ്റ് ഇടിയുമ്പോൾ നിങ്ങൾ മാസം നിക്ഷേപിക്കുന്ന അതേ പൈസയ്ക്ക് കൂടുതൽ യൂണിറ്റുകൾ കിട്ടും. മാർക്കറ്റ് മുകളിലാണെങ്കിൽ കുറച്ച് യൂണിറ്റുകളെ കിട്ടൂ. അപ്പോൾ കാലക്രമേണ നിങ്ങൾ വാങ്ങുന്ന ഓരോ യൂണിറ്റിന്റെയും ശരാശരി വില കുറഞ്ഞുവരും. ഇത് നഷ്ടസാധ്യത കുറച്ച മികച്ച നേട്ടം തരും. അവസാനമായി, ഇതിലെ യഥാർത്ഥ പാഠം: മാർക്കറ്റ് എപ്പോ കയറും എപ്പോ ഇറങ്ങുമെന്നൊന്നും പ്രവചിക്കാൻ നിൽക്കരുത്. ഏറ്റവും പ്രധാനം ക്ഷമയാണ്. ഓർക്കുക, ഏറ്റവും വലിയ സാമ്പത്തിക തകർച്ചകൾക്ക് ശേഷമാണ് പലപ്പോഴും ഏറ്റവും വലിയ നേട്ടങ്ങൾ വരുന്നത്. അതുകൊണ്ട് വിപണിയിലെ കയറ്റിറക്കങ്ങളൊന്നും കണ്ട് പേടിക്കാതെ ദീർഘകാല ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുക. അതായത്, ചുരുക്കി പറഞ്ഞാൽ, ക്ഷമയും അച്ചടക്കവും കയ്യിലുണ്ടെങ്കിൽ മാർക്കറ്റിലെ ഏതു വീഴ്ചയും നമുക്ക് സമ്പത്തുണ്ടാക്കാനുള്ള ഒരു സുവർണാവസരമാക്കി മാറ്റാം.